ഹേ ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ കോളേജിൽ ഓണത്തിൻ്റെ തലേ ദിവസം കുറച്ച് ഓണ പ്രോഗ്രാംസ് എല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെതാണ് ഉച്ചവരെ നമുക്ക് പായസം മേക്കിങ്ങിൻ്റെ കോമ്പറ്റീഷൻ ആയിരുന്നു കേട്ടോ. കോളേജിലേക്ക് ഫോൺ അലൗഡ് അല്ലാത്തതുകൊണ്ടാണ് കേട്ടോ അതിൻ്റെ വീഡിയോസ് ഒന്നും എടുക്കാഞ്ഞത്. അത് കഴിഞ്ഞ് യൂണിഫോം മാറ്റേണ്ട ഹോസ്റ്റലേഴ്സിനൊക്കെ യൂണിഫോം മാറ്റാനുള്ള സൗകര്യം കൂടി ഓരോ ഒരുക്കി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫസ്റ്റ് തന്നെ നമ്മൾ പ്രോഗ്രാം വന്നിട്ട് ലെമൺ സ്പൂൺ ആയിരുന്നു കേട്ടോ. അത് എങ്ങനെ പിടിച്ചിട്ട് ഓടണം എന്നുള്ള സെറ്റപ്പ് നോക്കുകയാണ് അതില്ല. അങ്ങനെയൊക്കെ നോക്കിയെങ്കിലും കൂടിയിട്ട് തിരിച്ചു വരുന്ന വരവിൽ ഓളെന്തായാലും അതിൽ തോറ്റിട്ടുണ്ട്. ലെമൺ സ്പൂണിന് അത്യാവശ്യം ആൾക്കാരുള്ളതിനെ കൊണ്ട് തന്നെ 2-3 ടീമായിട്ടാണ് തിരിച്ചിട്ടുണ്ടെങ്കിൽ രണ്ടാമത്തെ ടീമിൽ തന്നെ നമ്മുടെ സമരം ഉണ്ടായിരുന്നു കേട്ടോ. ഓള് തോൽക്കാണ്ട് നാരങ്ങ ലാസ്റ്റ് വരെ എത്തിച്ചെങ്കിലും കൂടിയിട്ട് ഓൾക്ക് ജയിക്കാനും കഴിഞ്ഞിട്ടില്ല കേട്ടോ. തേർഡ് റൗണ്ടിൽ നമ്മളെ സ്വന്തം മിനാജ് കൂടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അവൻ പോണ പോക്ക് തന്നെ അങ്ങോട്ട് തോറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുറച്ചു നേരം റെസ്റ്റ് എടുക്കാനും വേണ്ടി ഇവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഗൈസ്, ഇതാണ് നമ്മുടെ സ്വന്തം ടീം. ഇവർ ഡേ സ്കൂളേഴ്സ് ആയതുകൊണ്ടാണ് അവർക്ക് യൂണിഫോം മാറ്റാൻ പറ്റാഞ്ഞത് കേട്ടോ. അടുത്ത പ്രോഗ്രാം വന്നിട്ട് സുന്ദരിക്ക് പൊട്ടുതൊടലേനു. അതിനെന്തായാലും ഞാൻ ഉണ്ടേനു. അതുവരെ കുറച്ചേരം റെസ്റ്റ് എടുത്തിരിക്കാന്ന് കരുതി. അങ്ങനെ അവിടെ കുറച്ചേരം ഇരുന്ന് നമ്മൾ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തപ്പോഴത്തേക്ക് എന്റെ പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പേര് വിളിച്ച് ഊറ്റത്തിൽ വേഗം ഓടി ചെന്നപ്പോ തന്നെ ഒരു കണ്ണെല്ലാം കെട്ടിത്തന്ന് 2 കറക്ക് കറക്കിയപ്പോ തന്നെ ഞാൻ വേറെ ഏതോ ലോകത്തെത്തിയ ഫീൽ ചെയ്യുന്നു. എനിക്ക് എന്റെ കാലൊന്നും നിലത്തേ അല്ലേനു കേട്ടോ. ആ കിറുക്കത്തിൽ പൊട്ട് നേരെ കൊണ്ടുപോയി കുത്തിയത് മൂക്കിലാണെങ്കിലും കൂടിയിട്ട് അതിന്റെ പശ പോയോണ്ട് എന്റെ ഭാഗ്യത്തിന് അത് അവിടെ ഒട്ടിപ്പിടിച്ചില്ല കേട്ടോ. അത് നേരെ ചെന്ന് നിലത്ത് വീണ്. അതുകൊണ്ട് തന്നെ രണ്ടാമതൊരു പൊട്ട് തന്ന് അത് കുത്തിയതാണെങ്കിലോ കണ്ണിന്റെ അവിടെ. അങ്ങനെ സുന്ദരിന്റെ കണ്ണിൽ കൊണ്ടുപോയിട്ട് പൊട്ടും കുത്തി കെട്ടെല്ലാം കൂടി കഴിച്ചപ്പോഴത്തേക്കും കണ്ണൊന്നും കാണുകയല്ലായിരുന്നു കേട്ടോ. അങ്ങനെ എന്റെ കയ്യിൽ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും സമറൂനെ അക്ഷയനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് തന്നെ അക്ഷയാണ് പോയി കുത്തിയത്. ായിട്ട് സുന്ദരിക്ക് പൊട്ടുകുത്തി പോന്നു. അത് കഴിഞ്ഞ് സമറ് കുത്തിയപ്പോഴും എന്റെ അതേ അവസ്ഥ തന്നെയായിരുന്നു. ഞാൻ കണ്ണമ്മലാണ് കുത്തിയതെന്നുണ്ടെ ഓള് പിരികത്തിന്റെ മേലെ കൊണ്ടുപോയിട്ടാണ് കേട്ടോ കുത്തിയത്. അങ്ങനെ രണ്ടുപേരും തോറ്റതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞങ്ങൾ നേരെ വടംവലി നടക്കുന്ന സ്ഥലത്തേക്ക് പോയിട്ടോ. വടംവലി ബോയ്സിന് മാത്രമാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. വടംവലിക്ക് ഗേൾസ് കുറവായതുകൊണ്ട് ഗേൾസിന്റെ പ്രോഗ്രാം ക്യാൻസൽ ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ബൺ ബൈറ്റും ഒക്കെ ഉണ്ടായിരുന്നു. അതും ആള് കുറവായിട്ട് എന്തോ ക്യാൻസൽ ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു ഈവനിങ് ഒക്കെ ആയപ്പോഴത്തേക്ക് നമ്മുടെ പ്രോഗ്രാം എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു 6 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മൾ അത്തപ്പൂക്കൾ ഇടാനുള്ള വരക്കാനെല്ലാം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതിന്റെ ഇടയിലുണ്ട് നമ്മളെ സാറ് മാവേലി ആവാൻ പറ്റാത്ത സങ്കടത്തിൽ മാവേലിന്റെ കോസ്റ്റ്യൂം എല്ലാം ഇട്ട് നടക്കുന്നു കേട്ടോ. അപ്പത്തേക്ക് നമ്മളെ സീനിയേഴ്സ് നാളത്തേക്ക് ഇരിക്കാനുള്ള കിച്ചൺ എല്ലാം റെഡിയാക്കി ഫുഡെല്ലാം പ്രിപ്പയർ ചെയ്യുന്നു കേട്ടോ. അങ്ങനെ ഡിന്നർ എല്ലാം കഴിച്ച് വന്നപ്പോഴത്തേക്കും നമ്മൾ ആർട്ടിസ്റ്റും ടീമും ഇതെല്ലാം വരച്ച് തീർത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ നേരെ സ്റ്റാർട്ട് ആക്കിയത് അതിലേക്ക് വേണ്ടിയിട്ടുള്ള പൂക്കൾ സെറ്റ് ആക്കിയതിനു. അത് ചെറിയതാക്കിയിട്ട് അരിയലും പിടിക്കലും ഒക്കെ ആയിരുന്നു. ഷെഫാവാൻ വന്ന ആളിതാ ഇപ്പൊ കട്ടിംഗ് ബോർഡും കത്തിയും വെച്ചിട്ട് പൂക്കൾ അരിയുന്ന അവസ്ഥയായിട്ടോ. ഓരോ മൂലയിലും സീനിയേഴ്സും ജൂനിയേഴ്സും കൂടെ ഇരുന്നിട്ട് പൂക്കളെല്ലാം സെറ്റ് ആക്കുകയാണ് കേട്ടോ. അങ്ങനെ അത്യാവശ്യം പൂക്കള പരിപാടികളെല്ലാം തീർത്തതിന് ശേഷം ഒരു 10-11 മണി ആയപ്പോഴത്തേക്കും ഗേൾസിനെ ഹോസ്റ്റലിലേക്ക് വിട്ടിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ള പിന്നെ പരിപാടികളൊക്കെ തീർത്തത് ബോയ്സ് ആയിരുന്നു കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. നാളെ ഓണത്തിന്റെ വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.